10-20 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു അനുഭവമുണ്ട്. പെരുമ്പാവൂര് കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡിനടുത്ത് ഒരു ഹോട്ടലിൽ നിന്ന് അച്ഛൻ ഒരു ദിവസം ഒരു മസാല ദോശ കഴിച്ചു. മസാല ദോശ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും വൃത്തികെട്ട മസാല ദോശ കഴിച്ചിട്ടില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത്. കൗണ്ടറിലേക്ക് ക്യാഷ് പേ ചെയ്യാനായിട്ട് അച്ഛൻ ചെന്നു. കൗണ്ടറിലിരിക്കുന്നത് മുതലാളി തന്നെയാണ്. അയാളോട് അച്ഛൻ പറഞ്ഞു, "നിങ്ങള് ഈ മസാല ദോശയ്ക്ക് കുറച്ച് റേറ്റ് കൂട്ടണം, വില കൂട്ടണം." മുതലാളി ക്യൂരിയസ് ആയിട്ട് നോക്കി. മുഖത്ത് കൗതുകവുമുണ്ട്, സന്തോഷമുണ്ട്. അച്ഛൻ തുടർന്ന് പറഞ്ഞു, "വില കൂട്ടിയിട്ട് കുറച്ചുകൂടി നല്ല മസാല ദോശ കൊടുക്കണം." ഇപ്പോൾ അടുത്ത കാലത്ത് സമാനമായിട്ടുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് മറ്റൊരു സർവീസിലുണ്ടായി. വീട്ടിൽ കുറച്ച് ഫർണിച്ചർ പണികളുണ്ടായിരുന്നു. അത് ഏൽപ്പിച്ച സ്ഥാപനം അവരോട് ഞങ്ങൾക്ക് ഇതേ കാര്യം തന്നെ പറയാൻ തോന്നി. "നിങ്ങൾ ഈ വില കുറച്ചൊന്ന് കൂട്ടണം. എന്നിട്ട് ഇതിന്റെ ഹെഡേക്ക് ഞങ്ങൾക്കൊന്ന് ഒഴിവാക്കി തരണം." പല സാധനങ്ങളും പറഞ്ഞ സ്പെക്കിലല്ല ചെയ്തു തന്നിരുന്നത്. ഫിനിഷിംഗ് കുറവായിരുന്നു. കുറേ വർക്ക് വീണ്ടും ചെയ്യേണ്ടി വന്നു. അതിന്റെ പുറകെ ഞങ്ങൾ തൂങ്ങേണ്ടി വന്നു. വില കൂടുതലാണ് എന്നുള്ള ഒബ്ജക്ഷനെക്കുറിച്ചും, വില കുറയ്ക്കൽ മാത്രമാണ് ഒരേയൊരു വഴി എന്നുള്ള ആശയത്തെക്കുറിച്ചുമൊക്കെ റീതിങ്ക് ചെയ്യാൻ ഫൗണ്ടേഴ്സിനെ ഈ എക്സാമ്പിൾസ് ഹെൽപ്പ് ചെയ്യുമെന്നാ കരുതുന്നു. നിങ്ങളുടെ കസ്റ്റമേഴ്സ് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്, അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.